ഹായ് കൂട്ടുകാരെ, നമുക്ക് പാരാലിമ്പിക്സ് 2024 പെട്ടെന്നൊന്ന് നോക്കാം. 17ാമത് പാരാലിമ്പിക്സ് ആണ് ഇപ്പോൾ നടന്നത്. 2024 നടന്നത് എത്രാമത്തെ പാരാലിമ്പിക്സ് ആണ്? 17ാമത്തെ പാരാലിമ്പിക്സ് ആണ് നടന്നത്. അതിൻ്റെ വേദി ഫ്രാൻസിലെ പാരീസ് ആയിരുന്നു. 17ാമത്തെ പാരാലിമ്പിക്സിൻ്റെ വേദി. ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ചൈനയ്ക്ക് ഒന്നാം സ്ഥാനം, രണ്ടാമത് ബ്രിട്ടൻ, മൂന്നാമത് USA, നാലാമത് നെതർലാൻഡ്. ആ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ചൈന, ബ്രിട്ടൻ, USA, നെതർലാൻഡ്. ചൈന, ബ്രിട്ടൻ, USA, നെതർലാൻഡ്. ഷോർട്ടായിട്ടൊന്ന് പറയുകയാണേ. മെഡൽ പട്ടിക ഉണ്ട്, എത്ര എണ്ണം എന്നൊക്കെ ഉണ്ട്. നമുക്ക് നാളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ സ്ഥാനം 18ാമതായിരുന്നു. ഇന്ത്യക്ക് എത്ര സ്വർണം കിട്ടി? 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ആകെ 29 മെഡൽ. ഇന്ത്യക്ക് ആകെ 29 മെഡലാണ് കിട്ടിയത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഗോൾഡ് കിട്ടിയ ആരൊക്കെയാണ്? അവനി ലഖേര എയർ റൈഫിൾ 10, എയർ പിസ്റ്റൽ അവനി ലഖേര 10 മീറ്റർ. ഹർബിന്ദർ സിംഗ് അമ്പെയ്ത്ത്. സുമിത് ആൻഡിൽ, നവദീപ് സിംഗ് രണ്ടുപേരും ജാവലിൻ ത്രോ. പ്രവീൺ കുമാർ ഹൈ ജമ്പ്. നിതീഷ് കുമാർ ബാഡ്മിൻ്റൺ. ധരംബീർ ക്ലബ് ത്രോ. ഇവർക്കാണ് ഗോൾഡ് കിട്ടിയത്. അവരുടെ പേരൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക, അവരുടെ ഇനവും ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഒന്നുകൂടെ പറയാം. അവനി ലഖേര 10 മീറ്റർ എയർ റൈഫിൾ. ഹർബിന്ദർ സിംഗ് അമ്പെയ്ത്ത്. സുമിത് ആൻഡിൽ, നവദീപ് സിംഗ് ജാവലിൻ ത്രോ. പ്രവീൺ കുമാർ ഹൈ ജമ്പ്. നിതീഷ് കുമാർ ബാഡ്മിൻ്റൺ. ധരംബീർ ക്ലബ് ത്രോ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച ഇനം അത്ലറ്റിക്സ് എന്നായിരുന്നു. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചത്. ഇന്ത്യൻ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? സത്യപ്രകാശ് സാങ്വാൻ ആയിരുന്നു ഇന്ത്യൻ സംഘത്തിൻ്റെ തലവൻ. അദ്ദേഹം പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻറ്റുമായിരുന്നു. ആരായിരുന്നു ഇന്ത്യൻ സംഘത്തിൻ്റെ തലവൻ? സത്യപ്രകാശ് സാങ്വാൻ. ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു സത്യപ്രകാശ് സാങ്വാൻ. അപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയ ആയിരുന്നു ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു ആൻഡ്രൂ പാഴ്സൺ. അന്താരാഷ്ട്ര പാരാലിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആൻഡ്രൂ പാഴ്സൺ. ഓക്കെ. ഉദ്ഘാടന സമയത്ത് ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയായിരുന്നു? സുമിത് ആൻഡിൽ, ഭാഗ്യശ്രീ യാദവ്. സുമിത് ആൻഡിൽ എന്തായിരുന്നു ഇനം? സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ. ഭാഗ്യശ്രീ യാദവ് ഷോട്ട് പുട്ടാണ്. ഭാഗ്യശ്രീ യാദവ് ഷോട്ട് പുട്ട്. ഉദ്ഘാടന സമയത്ത് ഇന്ത്യയുടെ പതാക ഏന്തിയത് സുമിത് ആൻഡിലും ഭാഗ്യശ്രീ യാദവുമായിരുന്നു. സമാപന സമയത്ത് ഇന്ത്യൻ പതാക ഏന്തിയത് പ്രീതി പാൽ ട്രാക്കിനം. പ്രീതി പാലും ഹർബിന്ദർ സിംഗുമായിരുന്നു സമാപന സമയത്ത് ഇന്ത്യയുടെ പതാക ഏന്തിയത്. 2028 പാരാലിമ്പിക്സിൻ്റെ വേദി ലോസ് ഏഞ്ചൽസും 2032 വേദി ബ്രിസ്ബെയിനുമാണ്. 2028 വേദി ലോസ് ഏഞ്ചൽസും 2032 വേദി പാരാലിമ്പിക്സ് വേദി ബ്രിസ്ബെയിനുമാണ്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.